തെലുങ്ക് സിനിമാ താരം മഹേഷ് ബാബുവിന് തെലങ്കാന ഉപഭോക്തൃ കമ്മീഷൻ നോട്ടീസ് അയച്ചു. സായി സൂര്യ ഡെവലപ്പേഴ്സ് എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറാണ് മഹേഷ് ബാബു. ഹൈദരാബാദ് ആസ്ഥാനമായിട്ടാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. നടൻ മഹേഷ് ബാബുവിനെതിരെ രംഗറെഡ്ഡി എന്ന വ്യക്തിയാണ് പരാതി നൽകിയത്. സായി സൂര്യ ഡെവലപ്പേഴ്സ് എന്ന സ്ഥാപനത്തിനും അതിന്റെ ഉടമ കഞ്ചർല സതീഷ് ചന്ദ്രഗുപ്തയ്ക്കുമെതിരായ പരാതിയുടെ ഭാഗമായിട്ടാണ് ഈ നടപടി. കേസിൽ മൂന്നാം പ്രതിയാണ് നടൻ. രേഖകളില്ലാത്ത ഭൂമിയിൽ വില്ലകളും ഫ്ളാറ്റുകളും പണിയാമെന്ന വ്യാജ വാഗ്ദാനം നൽകി ഈ കമ്പനി പണം തട്ടിയതായി കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മഹേഷ് ബാബുവിന് കമ്മീഷൻ നോട്ടീസ് അയച്ചത്. നേരത്തെ ഇതേ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇഡിയെടുത്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മഹേഷ് ബാബുവിന് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. സായി സൂര്യ ഡെവലപ്പേഴ്സും സുരാന ഗ്രൂപ്പും ഉൾപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് മഹേഷ് ബാബുവിന് ഇഡി നോട്ടീസ് നൽകിയത്. മഹേഷ് ബാബുവിനെ പ്രധാനമായി ചിത്രീകരിച്ച മാർക്കറ്റിംഗ് മെറ്റീരിയലുകൾ വഴിതെറ്റിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന വ്യക്തികളാണ് പരാതി നൽകിയത്. ചില നേട്ടങ്ങളും നിക്ഷേപങ്ങളും ഉറപ്പു നൽകിയിരുന്നുവെന്നും എന്നാൽ അവ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടില്ലെന്നും ഈ വ്യക്തികൾ വാദിക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ 27-ന് ഹാജരാകാൻ ഇഡി നേരത്തെ മഹേഷ് ബാബുവിന് നോട്ടീസ് നൽകിയിരുന്നു. വിദേശത്ത് ഷൂട്ടിംഗിലായതിനാൽ വരാനാകില്ലെന്ന് നടൻ ഇഡി അറിയിച്ചത്. തുടർന്ന് തീയതി മാറ്റി നൽകിയതായിരുന്നു. സായി സൂര്യ ഗ്രൂപ്പിൽ നിന്ന് 5.9 കോടി രൂപ മഹേഷ് ബാബു വാങ്ങിയതായി ഇഡി കണ്ടെത്തിയിരുന്നു. സായി സൂര്യ ഗ്രൂപ്പിൽ നിന്ന് 2.5 കോടി പണമായും ബാക്കി ചെക്കായുമാണ് മഹേഷ് വാങ്ങിയത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.